എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് സ്വീഡനിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്വീഡനിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഡ്രോട്ട്നിംഗ്ഹോം പാലസിൻ്റെ വീഡിയോ ആണ് ചെയ്തത്. ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് വയ്ക്കാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റുന്നതാണ്. ഡെക്കാത്തലോണിൻ്റെ സ്പോർട്സ് ഷോപ്പാണ് കാണുന്നത്. അങ്ങനെ ഇന്നത്തെ സ്വീഡൻ്റെ മനോഹരമായ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങളിനി ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നൈറ്റ് ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് നാളെ രാവിലെ നോർവേ എന്ന് പറയുന്ന രാജ്യത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നു. സ്കാൻഡിക് എന്ന് പറയുന്ന സ്റ്റാർ ഹോട്ടലിലാണ് ഞങ്ങളുടെ ഇന്നത്തെ താമസം. അങ്ങനെ രാത്രി ഇവിടെ ഹോട്ടലിൽ തങ്ങി ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. വളരെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്വീഡനിലെ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ മുൻപിലാണ്. സ്വീഡൻ്റെ മനോഹരമായ കാഴ്ചകൾക്ക് ശേഷം ഇനി അടുത്തത് ഞങ്ങൾ നോർവേ എന്ന് പറയുന്ന രാജ്യത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ ബസ്സിലാണ് നോർവേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഹോട്ടലിൽ നിന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇപ്പോൾ ബസ്സിലേക്ക് എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ്. കറിയാക്കി ഡ്രസ്സിൽ കറിയാക്കി ഒരു ബോഡിന്ന് വിളിക്കണമെങ്കിൽ രണ്ടു വട്ടം ഞാൻ തൃശ്ശൂരുകാരുടെ അടുത്താണ് ഇരിക്കുന്നത്. അവര് പലപ്പോഴും വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് എടി പൊടിന്ന് വിളിക്കും. ശരിയല്ലേ? ഞാൻ എന്താ ചേച്ചിയൊക്കെ എന്നെ കണ്ടിട്ട് സ്മൂത്താലൊക്കെ എടീന്ന് പിന്നെന്താണ് ഈ 4 വയസ്സ് താഴെയുള്ള ഭാര്യ ചേച്ചീനെ വിളിച്ചാൽ ഒന്നും മിണ്ടില്ല. അങ്ങനെ വിളിക്കരുതെന്നോ ചേച്ചി അങ്ങനെ ഇടി പിടിക്കുന്നതുകൊണ്ടോ? പക്ഷെ ഞങ്ങൾ ചേച്ചീനെ വിളിച്ചില്ല. ദിവസം ട്രാവലാണ്. നമ്മൾ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ആണ് പോളണ്ടിൽ നിന്ന് ലിത്വാനിയയിലേക്ക് വന്നപ്പോഴാണ് ഇതുപോലത്തെ ട്രാവൽ നമ്മൾ നടത്തിയത്. അതിനുശേഷമുള്ള ഒരു ട്രാവൽ ഇതാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഒരു ട്രാവൽ ഡേ ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഹാഫ് ട്രാവൽ ഒരു 294 കിലോമീറ്റർ ഉണ്ട്. 300 കിലോമീറ്റർ ഓടിക്കുക. ഒരു 3 ബ്രേക്ക് അടക്കം ഒരു 4 മണിക്കൂർ പിടിക്കും. ആണെങ്കിൽ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് ഇന്നലത്തെ പോലെ ഡിന്നർ കഴിക്കാൻ പോകാനാണ് എന്റെ പ്ലാൻ. ഓക്കെ, അപ്പോ അതാണ്. അപ്പൊ അടുത്തത് മറ്റേ നാത്തോൻസിന്റെ ആന്റി സുജാത ആന്റി പാട്ട് പാടാൻ റെഡി ആയിക്കും. സുജല്ല, സുജാതയുടെ സൗണ്ടില് അത് സുജാതയുടെ. ഇവിടെയല്ലോ പണ്ടൊരൈതി ഹൃദശുദ്ധിതൻ വടിവാർന്നലൻ നമ്മയൊന്നിച്ച് ദേവകൾ തൊഴിലുണരുമിട നാട്ടിൽ കാരുകല ഭാവനകൾ വാർക്കുന്ന പൊന്നമ്പലങ്ങളിൽ പുഴകൾ വെൺപാവിനാൽ. അങ്ങനെ കുറച്ച് ദൂരം യാത്ര ചെയ്ത് ഇപ്പോൾ ബ്രേക്ക് ടൈമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമാതിരി ടോയ്ലറ്റ് ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. ഇവിടെ കാറുകളൊക്കെ കണ്ടില്ലേ, അവിടെ ചാർജിങ് പോയിൻ്റാണ്. ചാർജിങ് പ്ലഗിൽ വെച്ചിരിക്കുകയാണ്. അവിടെ കാറുകളെല്ലാം ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്.
അല്ലെങ്കിൽ പിന്നെ ആരുടെയെങ്കിലും ഒരു കാർഡ് വെച്ച് എല്ലാവരും കയറിയിട്ട് പേയ്മെന്റ് കൊടുക്കണം. ഗൂഗിൾ ഏതെങ്കിലും ഒരു കാർഡ് വെച്ച് കയറി എല്ലാവരും കയറിയിട്ട് ഇപ്പൊ ചോറിന് ആർക്കില്ലേ? പോകുന്ന വഴിയിലൂടെ ഒരു ലേക്ക് കാണാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഞങ്ങൾ ആ ലേക്കിൻ്റെ അവിടേക്ക് പോവുകയാണ്. അല്ല, കടൽ പാമ്പല്ല. കടൽ പാമ്പ് ഇത് കടലല്ല, ഇത് ലേക്കാണ്. ഒരു കൊച്ചിനെ ആരും നോക്കുള്ള അതൊക്കെ വളരെ മനോഹരമായിട്ടുള്ള പ്രദേശം തന്നെയായിരുന്നത്. വളരെ സൈലൻറ്റും അധികം ജനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വളരെ ശാന്തമായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. പിന്നെ ഫുള്ളും പച്ചപ്പ് നിറഞ്ഞുകൊണ്ട് തന്നെ കാണാനായിട്ട് വളരെ ഭംഗിയുള്ളൊരു ഏരിയ തന്നെയായിരുന്നത്. അങ്ങനെ ലേക്കൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുന്ന സമയത്ത് ഇവിടെ കുറച്ച് പിള്ളേർ ഗ്രൗണ്ടിൽ കുറച്ച് കളികൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഞാൻ പകർത്തിയതാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിക്കാം. Yes. Okay.